എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NIOS +2 വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി ചോദ്യപേപ്പർ വിശകലനമാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി നമ്മൾ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണാം. അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ നിങ്ങൾ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യപേപ്പറിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ 2025 ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുള്ള +2 വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി ചോദ്യപേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം വേണം പാർട്ട് 2 കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആദ്യം തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം വേണം അടുത്ത അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോകാനായിട്ട്. എളുപ്പമുള്ള ചാപ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് പഠിക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. കൂടാതെ കമൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ നടക്കുകയാണ്. 10ാം ക്ലാസ്സും +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ LBയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 21ാമത്തെ ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. സോ 21ാമത്തെ ക്വസ്റ്റിന് ഇപ്രകാരമാണ്: കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ തന്നിരിക്കുന്നത്? ഡാഷ് ദ ഗോഡ് ഓഫ് സ്റ്റോം എയ്ഡഡ് ഇന്ദ്ര ഇൻ ദ വാർസ് ഇൻ ദ വേ ട്രൈബ്സ്മെൻ എയ്ഡഡ് ദർ ലീഡർ ഇൻ ദ ട്രൈബൽ വാർസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് കൊടുങ്കാറ്റിൻ്റെ ദേവൻ ഇന്ദ്രനെ യുദ്ധങ്ങളിൽ സഹായിച്ചത് ആരാണെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആരാണ്? നമുക്കറിയാം ഇന്ദ്രദേവനെ സഹായിച്ചിരിക്കുന്ന ആരാണ്? ദ മരുത്സ് എന്നുള്ളതാണ് വരുന്നത് അല്ലേ. അപ്പം ഒന്നുകിൽ നിങ്ങൾ മരുതന്മാർ എന്ന് നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ദ മരുത്സ് എന്നുള്ള രീതിയിൽ തന്നെ ആൻസർ അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഡാഷ് ദ ഫയർ ഗോഡ് വാസ് ദ ഗോഡ് ഓഫ് ദ ഹോം ആൻഡ് വാസ് കൺസിഡേർഡ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ഗോഡ്സ് ആൻഡ് മെൻ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ഡാഷ് അല്ലേ, ആരാണെന്ന് അവിടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത് ഫയർ ഗോഡ് വാസ് ദ ഗോഡ് ഓഫ് ദ ഹോം, അതായത് വീടിൻ്റെ ഗോഡും, അതുപോലെ തന്നെ ആൻഡ് വാസ് കൺസിഡേർഡ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ഗോഡ്സ് ആൻഡ് മെൻ, അതായത് മനുഷ്യർക്കും ദേവതകൾക്കും ഇടയിലുള്ള മധ്യസ്ഥനായിട്ടും ഈ ദേവനെ കണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയാണ് അവിടെ? എന്താണ് ആൻസർ വരണ്ടേ? അഗ്നിദേവനാണല്ലേ. അപ്പോൾ എന്താണ് ആൻസർ വരണ്ടേ? അഗ്നി എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരേണ്ടത് കേട്ടോ. അഗ്നിദേവനാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? ദ ഫയർ ഗോഡ് എന്നുള്ളത് വായിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അല്ലേ എന്താണെന്നുള്ളത്. അപ്പോൾ അഗ്നിയാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. അഗ്നി ദ ഫയർ ഗോഡ് വാസ് ദ ഗോഡ് ഓഫ് ദ ഹോം ആൻഡ് വാസ് കൺസിഡേർഡ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ഗോഡ്സ് ആൻഡ് മെൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആണ് തന്നിരിക്കുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നോക്കി, ദ ഏർലി വേദിക് ആര്യൻസ് ലിവ്ഡ് ഇൻ ദ ഏരിയ നോൺ ആസ് ഡാഷ് മീനിങ് ദ ഏരിയ ഓഫ് 7 റിവേഴ്സ്. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. എങ്ങനെയാണ്? ഇവിടെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ നോക്കുക. ദ ഏരിയ ഓഫ് 7 റിവേഴ്സ് എന്ന് പറയുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സപ്ത സിന്ധു അല്ലേ. അപ്പോൾ അതാണ് അവിടെ ആൻസർ വരുന്നത്. നോക്കി, ദ ഏർലി വേദിക് ആര്യൻസ് ലിവ്ഡ് ഇൻ ദ ഏരിയ നോൺ ആസ് സപ്ത സിന്ധു. എന്താ സപ്ത സിന്ധുവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? മീനിങ് ദ ഏരിയ ഓഫ് 7 റിവേഴ്സ് അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം 7 നദികളുടെ അല്ലെങ്കിൽ 7 നദികളുടെ പ്രദേശം എന്നുള്ളതാണ് എന്ത്? സപ്ത സിന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആര്യന്മാർ ഏർലി വേദിക് ഏജിൽ ആര്യൻസ് ജീവിച്ചിരുന്ന ആ ഒരു ഏരിയ ഏതാണ്? സപ്ത സിന്ധു ആണ് അല്ലേ. ആ ഒരു പ്രദേശത്താണ് ജീവിച്ചിരുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? നദികളുടെ അല്ലെങ്കിൽ 7 നദികളുടെ പ്രദേശം എന്നാണ് സപ്ത സിന്ധു അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യന് നോക്കിക്ക്, ബി ആണ് അവിടെ തന്നിരിക്കുന്നത്. ദ മെയിൻ പ്രൊഫഷൻ ഓഫ് ഏർലി വേദിക് ആര്യൻസ് വാസ്. എന്താണ് ഏർലി വേദിക് ആര്യൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ അല്ലെങ്കിൽ എന്താണ് തൊഴിൽ എന്ന് പറയുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണല്ലോ. എന്തായിരുന്നു അവരുടെ തൊഴിൽ എന്ന് പറയുന്നത്? നമ്മൾ ആണല്ലേ, കന്നുകാലികളെ വളർത്തൽ അല്ലേ. അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ദ മെയിൻ പ്രൊഫഷൻ ഓഫ് ഏർലി വേദിക് ആര്യൻസ് വാസ്. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. എന്താണ്? കന്നുകാലി വളർത്തൽ എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ പാസ്ട്രലിസം എന്ന് കൊടുക്കാം. അതും അല്ലെങ്കിൽ കാറ്റിൽ റിയറിങ് എന്ന് നിങ്ങൾക്ക് അവിടെ ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ
23-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23-ാമത്തെ ചോദ്യം എന്താണ്? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിക്ക് എന്താണെന്നുള്ളത്. ദ തുർക്സ് ആർ ക്രെഡിറ്റഡ് വിത്ത് ബ്രിങ്ങിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഡാഷ് ആൻഡ് ഡാഷ് ഇൻ ടു സൗത്ത് ഏഷ്യ. സൗത്ത് ഏഷ്യയിലേക്ക് നമ്മുടെ തുർക്കികൾ വന്ന ടൈമിൽ അവർ ഏത് തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സുമായിട്ടാണ് വന്നതായിട്ടാണ് അല്ലെങ്കിൽ അവരെ കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? നമുക്കറിയാം തുർക്കികൾ നമ്മുടെ സൗത്ത് ഏഷ്യയിലേക്ക് ഏത് തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്? ലൈക്ക് എന്താ വരേണ്ടത് അവിടെ? റബാബ് ആൻഡ് സറോദ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. റബാബ് ആൻഡ് സറോദ് ഓർത്ത് വെക്കുക. RABAB ആണേ. റബാബ് ആൻഡ് സറോദ് SAROD. ഇത് രണ്ടും എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 24-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കുക, അതും എന്താണ്? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഡെക്കറേറ്റീവ് സ്റ്റൈൽസ് വെർ യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് കലിഗ്രഫി ഡാഷ് ഫിഗേഴ്സ് ആൻഡ് ഡാഷ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അതായത് മുഗൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുഗൾ പീരീഡിൽ നമ്മൾ ഡെക്കറേറ്റീവ് സ്റ്റൈൽസ് അല്ലെങ്കിൽ അലങ്കാര സ്റ്റൈൽസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് കലിഗ്രഫി എന്ന് പറയുന്ന ഫോം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള രൂപങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്കറിയാം. എന്താണ്? ഡെക്കറേറ്റീവ് സ്റ്റൈൽസ് വെർ യൂഷ്വൽ ഇൻ ദ ഫോം ഓഫ് കലിഗ്രഫി. അവിടെ ഏതൊക്കെ വരേണ്ടത്? ഒന്നാമത്തത് ജോമെട്രിക് അല്ലേ, ജോമെട്രിക് ഫിഗേഴ്സ് ആൻഡ് ഫ്ലോറൽ എന്നുള്ളതാണ് വരേണ്ടത് കേട്ടോ. ഓർത്ത് വയ്ക്കുക. ജോമെട്രിക് GEOMETRIC ആണ് കേട്ടോ. TRIC. ഓക്കെ, ജോമെട്രിക് ഫിഗേഴ്സ് ആൻഡ് ഫ്ലോറൽ FLORAL ഫ്ലോറൽ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ ജോമെട്രിക് എന്താ? ജാമതീയ അല്ലേ, ജാമതീയ ഫിഗേഴ്സ് അവിടെ ജാമതീയ എന്ന് കൊടുക്കാം. ദെൻ ഫ്ലോറൽ മീൻസ് പുഷ്പം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ പുഷ്പം എന്നോ എഴുതിയാലും മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവിടെ നമുക്ക് എന്താണ് ആ വിട്ടുപോയ ഭാഗം വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 25-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ആൻസർ ദ ഫോളോയിങ് ഇൻ വൺ വേർഡ് ഓർ വൺ ഫ്രേസ് റിഗാർഡിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മിഡീവൽ ഇന്ത്യ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നത്. അതായത് വൺ വേർഡ് ആയിട്ടുള്ള രീതിയിൽ ആൻസർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ 25-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ജാഗിർസ് ദാറ്റ് വർ അസൈൻ ടു ജാമിന്ദാസ് ഓർ രാജാസ് ഇൻ ദർ ലോക്കൽ ഡൊമിനൻസ്. എന്താണ്? അതായത് ഈ ജാമിന്ദർമാർക്ക് അല്ലെങ്കിൽ രാജാക്കന്മാർക്കൊക്കെ അവരുടെ പ്രാദേശികപരമായിട്ട് അല്ലെങ്കിൽ ലോക്കൽ ഡൊമിനൻസ് അല്ലെ, പ്രാദേശിക ആധിപത്യങ്ങളിലൊക്കെ നൽകിയിരുന്ന ജാഗിർസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു? വദൻ ജാഗിർസ് ആണ് അല്ലേ. അതായത് WATAN ആണ് കേട്ടോ. വദൻ ജാഗിറുകളാണ് വരുന്നത്. ഇനി അടുത്തത് അതിൻ്റെ തന്നെ B കൊടുത്തിട്ടുണ്ട്. ജാഗിർസ് ദാറ്റ് വെർ ഗിവൻ ടു മുസ്ലിം നോബിൾസ് ഇൻ ദർ ഫാമിലി ടൗൺസ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് മുസ്ലിം പ്രഭുക്കന്മാർ അല്ലേ, മുസ്ലിം നോബിൾസ് അല്ലെങ്കിൽ മുസ്ലിം പ്രഭുക്കന്മാർക്ക് അവരുടെ ഇൻ ദിയർ ഫാമിലി അവരുടെ കുടുംബ നഗരങ്ങളിലോ ജന്മസ്ഥലത്തൊക്കെ നൽകിയിരുന്ന ജാഗ്രത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മുസ്ലിം നോബിൾസ് ഇൻ ദിയർ ഫാമിലി ടൗൺസ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ അവിടെ ഏതാ വരേണ്ട ആൻസർ? ഏതാണ്? നമുക്കറിയാം അൽതങ്ക ജാഗിർ ആണ് കേട്ടോ. അൽതങ്ക അതായത് ALTAMGHA ഇതാണ് സ്പെല്ലിങ് കേട്ടോ. അൽതങ്ക ജാഗേഴ്സ് എന്നാണ് ആൻസർ വരേണ്ടത്. അപ്പം ജാഗറുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം നോബിൾസിന് അല്ലെങ്കിൽ മുസ്ലിം പ്രഭുക്കന്മാർക്ക് അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവരുടെ പ്ലേസ് ഓഫ് ബർത്ത് അവർ ജനിച്ച സ്ഥലങ്ങൾ അല്ലെങ്കിൽ ജന്മസ്ഥലത്തൊക്കെ അവർക്ക് നൽകിയിരുന്ന ജാഗര ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽതങ്ക ജാഗേഴ്സ് ആണ് ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് 26-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 26-ാമത്തെ ചോദ്യം എന്താണ്? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദ മാപ്ലേഴ്സ് ഓഫ് മലബാർ വർ ദ ഡിസെൻഡൻസ് ഓഫ് ദ ഡാഷ് സെറ്റിലേഴ്സ് ആൻഡ് കൺവേർട്ടഡ് ഡാഷ്. അതായത് മലബാറിലെ മാപ്പിളമാർ ഡാഷ് കുടിയേറ്റക്കാരുടെയും അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ മതപരിവർത്തനമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? നോക്കിക്കേ. ദ മാപ്ലേഴ്സ് ഓഫ് മലബാർ വർ ദ ഡിസെൻഡൻസ് ഓഫ് ദ എന്താണ്? അറബ് അല്ലേ, ARA അറബ് സെറ്റിലേഴ്സ് ആൻഡ് കൺവേർട്ടഡ് എന്താ? നേറ്റീവ്സ് ഓർ ഹിന്ദുസ്. നമുക്ക് ആൻസർ കൊടുക്കാം. നേറ്റീവ്സ് ഓർ ഹിന്ദുസ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഹിന്ദുസ്
were born എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? ദ മാപ്ലാസ് ഓഫ് മലബാർ were the descendants of the Arab settlers and converted natives or Hindus were born എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഒന്നുമില്ല, മലബാറിലെ മാപ്പിളമാർ ഈ പറഞ്ഞ അറബ് അല്ലെങ്കിൽ അറബ് കുടിയേറ്റക്കാരുടെയും അല്ലെങ്കിൽ മതപരിവർത്തനമൊക്കെ ചെയ്യപ്പെട്ടിട്ടുള്ള ഹിന്ദുക്കളുടെയൊക്കെ ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് 27 അപ്പോൾ അതും എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നവാബ് മിർ ഖാസിം അറ്റംപ്റ്റഡ് ടു റീഓർഗനൈസ് ദ ആർമി ആൻഡ് ഷിഫ്റ്റ് ദ ക്യാപിറ്റൽ ഫ്രം ഡാഷ് ടു ഡാഷ്. അതായത് നവാബ് മിർ ഖാസിം അല്ലേ, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ആർമിയെ റീഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ പുനഃസംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ഷിഫ്റ്റ് ദ ക്യാപിറ്റൽ അതായത് തലസ്ഥാനത്തിൽ നിന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് നോക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്? ദ നവാബ് മിർ ഖാസിം അറ്റംപ്റ്റഡ് ടു റീഓർഗനൈസ് ദ ആർമി ആൻഡ് ഷിഫ്റ്റ് ദ ക്യാപിറ്റൽ ഫ്രം എന്താണ് ആൻസർ വരേണ്ടത്? മുർഷിദാബാദ് അല്ലേ, മുർഷിദാബാദിൽ നിന്നും ടു മുൻഗർ, അതാണ് ആൻസർ വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? മുർഷിദാബാദ്, MURSHIDABAD, മുർഷിദാബാദ്. ഓക്കെ, മുർഷിദാബാദ് ടു എങ്ങോട്ടാണ്? മുൻഗർ, MUNGER ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്? നമ്മുടെ നവാബ് മിർ ഖാസിം സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനും അല്ലെങ്കിൽ തലസ്ഥാനം മുർഷിദാബാദിൽ നിന്ന് മുൻഗറിലേക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചു. ഇതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണം, മുർഷിദാബാദ് ആൻഡ് ടു മുൻഗർ. ഓക്കെ, അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 28ാമത്തെ ചോദ്യം നോക്കിയ ക്വസ്റ്റ്യൻ എന്താ? ഫോർട്ട് വില്യം കോളേജ് വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ് ഇൻ 801 ടു ട്രെയിൻ ദ യങ് ബ്രിട്ടീഷ് റിക്രൂട്ട്സ് ടു ദ സിവിൽ സർവീസ് ഇൻ ഇന്ത്യ. എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ സിവിൽ സർവീസിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം നൽകുന്നതിനായി 1801 അതായത് ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1801 അല്ല, 1800 ആണ് കേട്ടോ. 1800 ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിതമായത്. അപ്പോൾ ഇതാരാണ് സ്ഥാപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? നമുക്കറിയാം, ലോർഡ് വെല്ലസ്ലി ആണ് അവിടെ ആൻസർ വരേണ്ടത് അല്ലേ. WELLESLEY. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ച ആരാണ്? ലോർഡ് വെല്ലസ്ലി ആണ്. ഏതാണ്? 1800 ഓർത്ത് വെച്ചോണേ. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കോൺവാലിസ് സക്സീഡഡ് ഇൻ ലേയിങ് ദ ഫൗണ്ടേഷൻ ഓഫ് എ സ്ട്രോങ് ലിബറൽ പോളിസി ഇൻ ദ ഗവർണൻസ് ഓഫ്. എന്താണ് അവിടെ വരേണ്ടത്? അതായത് ഡാഷ് ഭരണത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഉദാര നയം സ്ഥാപിക്കുന്നതിന് കോൺവാലിസ് വിജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്? ആൻസർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളതാണ് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യ. എന്താ വരണ്ടേ? കോൺവാലിസ് സക്സീഡഡ് ഇൻ ലേയിങ് ദ ഫൗണ്ടേഷൻ ഓഫ് എ സ്ട്രോങ് ലിബറൽ പോളിസി ഇൻ ദ ഗവർണൻസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിലാണ് ശക്തമായിട്ടുള്ള ഒരു ഉദാര നയം സ്ഥാപിക്കുന്നതിൽ കോൺവാലിസ് വിജയിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ വരേണ്ടത് കേട്ടോ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യന്, ഇതും എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. അലോങ് വിത്ത് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ കെയിം ദ പാർട്ടീഷൻ ഓഫ് ദ ലാൻഡ് ഇൻ ടു 2 നേഷൻ സ്റ്റേറ്റ്സ് നെയിമിലെ ഡാഷ് ആൻഡ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വാതന്ത്ര്യം, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനോടൊപ്പം തന്നെ ലാൻഡിനെ നമ്മൾ എന്താണ് രണ്ടായിട്ട് അല്ലെങ്കിൽ 2 ദേശരാഷ്ട്രങ്ങളായിട്ട് നേഷൻ സ്റ്റേറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ്, അത് ഏത് പേരിൽ അറിയപ്പെട്ടു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എന്താണ് വരേണ്ടത്? Along with the freedom of India came the partition of the land into 2 nation states, namely എന്താണ് വരേണ്ടത് അവിടെ? ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആണ് കേട്ടോ. ഇന്ത്യ ആൻഡ് ദെൻ പാകിസ്ഥാൻ, PAKISTAN. ഓക്കെ, പാകിസ്ഥാൻ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അവിടെ ആൻസർ വരേണ്ടത്. ഇനി അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആണ് കേട്ടോ. വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചിട്ട് ആ ഒരു സെൻറ്റൻസ് എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇൻ യൂറോപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡാഷ് വാസ് ദ റിസൾട്ട് ഓഫ് ദ ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ദാറ്റ് വർ ടേക്കിംഗ് പ്ലേസ് ഇൻ സൊസൈറ്റി ആൻഡ് എക്കണോമി അറൗണ്ട് ദ 18th century. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യൂറോപ്പിൽ ഇന്നതിൻ്റെ റിസൾട്ടിൻ്റെ ഫലമായിട്ടാണ് എന്താ ഈ പറഞ്ഞ സൊസൈറ്റിയിലും എക്കണോമിക്കിലൊക്കെ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറയാം. അപ്പോൾ എന്നത്തിൻ്റെ ഫലമായിട്ടാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എന്താ ആൻസർ വരേണ്ടത്? ഇൻ യൂറോപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ പറയേണ്ടത്. ഇൻ യൂറോപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ വാസ് ദ റിസൾട്ട് ഓഫ് ദ ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ദാറ്റ് വർ ടേക്ക് പ്ലേസ് ഇൻ സൊസൈറ്റി ആൻഡ് എക്കണോമി അറൗണ്ട് ദ 18th century.
സെഞ്ച്വറി. എന്താണ് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ നാഗരികത അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനമായിട്ടാണ് സമൂഹത്തിലും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എക്കണോമിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂണിഫോമിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് റിസൾട്ടഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് എ ഡാഷ് ആൻഡ് റീഎൻഫോഴ്സ്ഡ് നാഷണൽ ബൗണ്ടറീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് യൂണിഫോമിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം റിസൾട്ടഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് എ, അവിടെ ആൻസർ എന്താ വരേണ്ടത്? യൂണിഫോം ഓർ നാഷണൽ കൾച്ചർ എന്നാണ് ആൻസറിന് വരേണ്ടത് അല്ലേ. യൂണിഫോം ഓർ നാഷണൽ കൾച്ചർ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആശയവിനിമയ സമ്പ്രദായങ്ങളിൽ ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു ഏകീകൃത സ്വഭാവമൊക്കെ എങ്ങനെയായിരിക്കണം? ഒരു സംസ്കാരം, ഒരു പൊതു സംസ്കാരത്തിനോ അല്ലെങ്കിൽ ദേശീയ സംസ്കാരത്തിനോ, അവിടെ അതാണ് ആൻസർ വരേണ്ടത് കേട്ടോ. ഒരു പൊതു സംസ്കാരത്തിനോ ദേശീയ സംസ്കാരത്തിനോ രൂപം നൽകുകയും ദേശീയ അതിർത്തികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? യൂണിഫോം ഓർ നാഷണൽ കൾച്ചർ എന്ന് കൊടുക്കണം. മലയാളത്തിൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? ഒരു പൊതു സംസ്കാരത്തിനോ ദേശീയ സംസ്കാരം എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. ഇനി അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. ഇൻ എ 1981 സർവേ ഓഫ് റിലീജിയസ് ബിലീവ്സ് in the USA, only about dash percentage of people described themselves as dash. അതായത് 1981 USA ഒരു വിശ്വാസങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവേയിൽ ഏകദേശം ഇത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ, അതായത് 7 വരേണ്ടത് കേട്ടോ, 7% ഓഫ് പീപ്പിൾ ഡിസ്ക്രൈബ് ദംസെൽസ്, അവരെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. എത്രയാണ് ആളുകൾ അവരെ തന്നെ എന്താ മതമില്ലാത്തവർ, അതായത് നോ റിലീജിയൻ എന്നാണ് വിശേഷിപ്പിച്ചത്. RELIGION, മതമില്ലാത്തവർ കേട്ടോ. അപ്പോൾ മതമില്ലാത്തവർ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് വരേണ്ടത്? 1981 അമേരിക്കയിലെ വിശ്വാസങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവേയിൽ ഏകദേശം 7% ആളുകൾ തങ്ങളെ മതമില്ലാത്തവർ എന്ന് വിശേഷിപ്പിച്ചു, അല്ലെങ്കിൽ മതേതരർ എന്നുള്ള രീതിയിൽ വിശേഷിപ്പിച്ചു. അങ്ങനെയാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ ഇൻ 1981 സർവേ ഓഫ് റിലീജിയസ് ബിലീവ്സ് ഇൻ ദ USA, ഓൺലി അബൌട്ട് 7% ഓഫ് പീപ്പിൾ ഡിസ്ക്രൈബ് ദംസെൽസ് ആസ് നോ റിലീജിയൻ. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഓപ്ഷൻ മൊഡ്യൂളാണ്. ഓപ്ഷൻ മൊഡ്യൂൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഓപ്ഷൻ മൊഡ്യൂൾ 6A ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ മൊഡ്യൂൾ എയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഡാഷ് വാസ് എ ജഗദായ് തുർക്ക് ഹു ഫ്ലെഡ് പാട്രിമോണിയൽ ലാൻഡ്സ് നിയർ ഡാഷ് ടു എസ്കേപ്പ് ഉസ്ബെക്ക് ആർമീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഡാഷ് ഒരാളുടെ പേര് അവിടെ കൊടുക്കാനുള്ളത് അല്ലേ. അതായത് ഉസ്ബെക്ക് സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ അടുത്തുള്ള പാട്രിമോണിയൽ ലാൻഡ്സ് ഒക്കെ വിട്ടിട്ട് പാലായനം ചെയ്തിട്ടുള്ള ജഗദായ് തുർക്ക് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആൻസർ എന്താ വരേണ്ടത്? അവിടെ ആൻസർ ബാബർ ആണല്ലേ. അപ്പോൾ അവിടെ എന്താ കൊടുക്കേണ്ടത് നമുക്ക്? ബാബർ വാസ് എ ജഗദായ് തുർക്ക് ഹു ഫ്ലെഡ് പാട്രിമോണിയൽ ലാൻഡ്സ് നിയർ ഏതാണ്? ഫർഗാന അല്ലേ. ഫർഗാന ടു എസ്കേപ്പ് ഉസ്ബെക്ക് ആർമീസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? ബാബർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബാബർ. ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഫർഗാനയാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇങ്ങനെയാണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് 33ാമത്തെ ക്വസ്റ്റ്യൻ. അതിനെ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഡ്യൂറിങ് ഏർലി ടൈംസ് വാസ് പ്രൈമർലി ഡിപ്പെൻഡൻറ്റ് ഓൺ 2 ഫാക്ടേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ്. അവിടെ നിങ്ങൾക്ക് എന്താ കൊടുക്കാം? അതായത് ഒരു സ്റ്റേറ്റ് ഡ്യൂറിങ് ഏർലി ടൈംസ്, പ്രാഥമിക കാലഘട്ടത്തിലൊക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഏതെന്ന് നമുക്ക് കൊടുക്കാം? ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ അഗ്രികൾച്ചർ ആൻഡ് റൈറ്റിംഗ് എന്ന് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അഗ്രികൾച്ചർ ആൻഡ് രണ്ടാമത്തെ എന്താ? റൈറ്റിംഗ് എന്ന് കൊടുക്കാം. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ എന്താ? കൃഷി എഴുത്തെന്ന് കൊടുക്കാം. ഓക്കെ, കൃഷി എഴുത്തെന്ന് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ അതിൻ്റെ തന്നെ രണ്ടാമത്തെ നോക്കി 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ്ഡ് കോയിൻസ് ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. എന്താണ്? ഇൽത്തുമിഷ് ഡാഷ് നാണയങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ നാണയങ്ങളാണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഏതാണ്? വെള്ളി അല്ലെങ്കിൽ ചെമ്പ്. അതേതാണ്? തങ്ക അല്ലേ. TANKA തങ്ക. ദെൻ ജിതൽ JITAL. ഇതാണ് ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാണയങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. വെള്ളി ചെമ്പ് നാണയങ്ങളാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി അടുത്തത് അതിൻ്റെ 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻ മോഡുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇതോടെ കഴിയുമ്പോഴത്തേനും ഓപ്ഷൻ മോഡുള്ള ക്വസ്റ്റ്യൻസ് കഴിയും. നോക്കിക്കേ, ഫ്രം ദ 8020s to the 8050s, the British demonstrated a strong urge to change Indian social institutions and to dash India. The Britishers abolished dash and eliminated dacoits from the highways. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, 1820 മുതൽ 1850 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യൻ സാമൂഹിക സ്ഥാപനങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അല്ലേ ശക്തമായിട്ടുള്ളൊരു പ്രേരണ പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയെ ഡാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്ത് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയേണ്ടത്, റിഫോം ചെയ്യാനായിട്ട് അല്ലേ, അല്ലെങ്കിൽ അതെന്താണ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട്, മലയാളം പറയണ പരിഷ്കരിക്കാൻ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ആ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത്. പരിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നാണ് കൊടുക്കേണ്ടത്. ഡാൻ ടു പരിഷ്കരിക്കുക എന്ന് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിഫോം എന്ന് കൊടുക്കുക. REFORM എന്ന് കൊടുക്കാം. ഓക്കെ, റിഫോം ഇന്ത്യ എന്ന് കൊടുക്കാം. ദ ബ്രിട്ടീഷേഴ്സ് അബോളിഷ്ഡ്, എന്താണ് അബോളിഷ് ചെയ്തത്, സതിയാണല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ SATI സതി എന്ന് കൊടുക്കുക. സതി നിങ്ങൾക്ക് അറിയില്ല നിർത്തലാക്കിയത് ഏത് വർഷത്തിലായിരുന്നു, 1829. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ അവിടെ സതി നിർത്തലാക്കുകയും അതുപോലെ തന്നെയാണ് എലിമിനേറ്റ് ഡെക്കോയിറ്റ്സ് ഫ്രം ദ ഹൈവേസ്, അതായത് ഹൈവേകളിൽ നിന്ന് കൊള്ളക്കാരെ ഇല്ലാതാക്കുകയും ചെയ്തു. അതാണ് ആ ഒരു സെൻറ്റൻസ് അവിടെ ഫുള്ളായിട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. 1820 മുതൽ 1850 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സാമൂഹിക സ്ഥാപനങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രേരണ പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയെ പരിഷ്കരിക്കുകയും ചെയ്തു. പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒപ്പം തന്നെ എന്താണ് സതി നിർത്തലാക്കുകയും ഹൈവേകളിൽ നിന്ന് ഈ കൊള്ളക്കാരെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. സോ അവിടെ ആ വിട്ടുപോയ ഭാഗത്ത് നമ്മൾ റിഫോം അല്ലെങ്കിൽ സതി എന്ന്, റിഫോം അല്ലെങ്കിൽ നല്ല റീഫോമും അതുപോലെ തന്നെ സതിയുമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവർ പരിഷ്കരിക്കുക എന്നുള്ളതും ദെൻ സതി നിർത്തലാക്കുക എന്നുള്ള രീതിയിൽ അതാണ് അവിടെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്ത നമുക്ക് വരുന്നത് നമ്മുടെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെക്ഷൻ ബിയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. സെക്ഷൻ ബി ആണ് നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെക്ഷൻ ബി നന്നായിട്ട് നോക്കിയിട്ട് പോവുക. കാരണം ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് പാസ്സാവാനുള്ള ഒരു മാർക്കെങ്കിലും ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം, ശ്രദ്ധിക്കണം കേട്ടോ. സെക്ഷൻ ബി ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വിമൺ ഇൻ ഏർലി വേദിക് സൊസൈറ്റി. എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ നോക്കി പോവുക. എപ്പോഴും സ്റ്റാറ്റസ് ഓഫ് വിമൺ ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് പോകണം കേട്ടോ. ഇനി വൈ വാസ്, അതിൻ്റെ തന്നെ ഓറാണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അറിയാലോ, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ. വൈ വാസ് കനിഷ്ക കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദ കുഷാന ഡൈനാസ്റ്റി, എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്, ഡിസ്ക്രൈബ് ദ മെയിൻ പോയിന്റ്സ് ഓഫ് ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ മുഗൾസ് ആൻഡ് ബിജാപൂർ ഡ്യൂറിങ് ഷാജഹാൻസ് റൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തോടെ പറഞ്ഞിരിക്കുന്നത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ സെപ്പോയ്സ് ഹാഡ് their own reasons for resentment in the revolt of 1857. ഒരു പ്രസ്താവന തന്നിരിക്കുകയാണ്. ആ ഒരു പ്രസ്താവനയെ എന്താണ് എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1857 കലാപത്തിൽ ശിപ്പായിമാർക്ക് അല്ലെങ്കിൽ സെപ്പോയ്സിന് എന്താണ് അവർക്ക് അമർഷത അല്ലെങ്കിൽ അമർഷത്തിനൊക്കെ അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന്, അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അത് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് അവിടെ 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഹാവ് ദ അഡ്വാൻസസ് ഓഫ് വെസ്റ്റേൺ ഐഡിയാസ് അക്രോസ് ദ ഗ്ലോബ് ഇൻഫ്ലുവൻസ്ഡ് ട്രഡീഷണൽ കൾച്ചേഴ്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സൊസൈറ്റീസ്, എക്സ്പ്ലെയിൻ അല്ലേ. അതായത് നമ്മുടെ ലോകമെമ്പാടുമുള്ള പാശ്ചാത്യ ആശയങ്ങൾ, വെസ്റ്റേൺ ഐഡിയാസ്, അതിൻ്റെയൊക്കെ പുരോഗതി നമ്മുടെ ട്രഡീഷണൽ കൾച്ചേഴ്സിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ പരമ്പരാഗതപരമായിട്ടുള്ള സംസ്കാരങ്ങളിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സൊസൈറ്റി, പലതരത്തിലുള്ള സമൂഹങ്ങളിലൊക്കെ ഇത് എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ലോകമെമ്പാടുമുള്ള പാശ്ചാത്യ ആശയങ്ങളുടെ ആ ഒരു പുരോഗതി പരമ്പരാഗതപരമായിട്ടുള്ള സംസ്കാരങ്ങളെയും അല്ലെങ്കിൽ വിവിധ സമൂഹങ്ങളെയും സാമൂഹിക ഘടനകളെയൊക്കെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഓപ്ഷൻ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ, അപ്പോൾ ഓപ്ഷൻ മൊഡ്യൂൾ 6A-യും 6B-യും കൊടുത്തിട്ടുണ്ട്. നമ്മൾ 6A ആണ് അറ്റൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് 6A മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നോക്കിയേ, 19th century ബ്രിട്ടീഷ് ഐഡിയോളജി ഷേപ്പ് ദ ഗവർണൻസ് ഓഫ് ഇന്ത്യ. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കവിടെ തന്നിരിക്കുകയാണ്. എന്താണ്, 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഐഡിയോളജീസൊക്കെ ഇന്ത്യയുടെ ഭരണത്തെ രൂപപ്പെടുത്തി
രേഖപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ ഇതെന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിയിട്ട് അതിനെ വിലയിരുത്തുക. എങ്ങനെയാണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് എക്സാമ്പിൾസ് ആണ്, ഉദാഹരണ സഹിതം വേണം നമ്മളതിനെ വിലയിരുത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ അവിടെ തന്നിരിക്കുന്നത്. ഇനി എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏർലി ഹാരപ്പൻ ആൻഡ് ദ മെച്യൂർ ഹാരപ്പൻ പീരീഡ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, എന്തായാലും ആ ഒരു പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് എനിക്ക് അറിയാവുന്നതാണ്. അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് അല്ലേ. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ടൗൺ പ്ലാനിങ് ഓഫ് ദ ഹാരപ്പൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്. പിന്നെ ദെൻ ഹൗ ഡിഡ് സ്വാമി വിവേകാനന്ദ കോൺട്രിബ്യൂട്ട് ടു ദ ഇന്ത്യൻ റിഫോം മൂവ്മെൻറ്റ്. എക്സ്പ്ലെയിൻ, കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചോദിക്കുന്നതാണ്, സംഭാവനകൾ. പിന്നെ അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ മക്കാളസ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എല്ലാ തവണ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഹൗ ഡിഡ് ഇറ്റ് ഷേപ്പ് ദ ബ്രിട്ടീഷ് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് റിലീജിയൻ ബേസ്ഡ് നാഷണലിസം ഷേപ്പ് ടു ഡിസ്റ്റിൻറ്റ് ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഇൻ ദ 20th സെഞ്ച്വറി. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 20ാമത്തെ സെഞ്ച്വറിയിൽ അല്ലെങ്കിൽ 20ാമത്തെ നൂറ്റാണ്ടിലൊക്കെ നമ്മുടെ എന്താണ് റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള നാഷണലിസം, ദേശീയത എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ അല്ലെങ്കിൽ ദേശീയത രാഷ്ട്രീയമായിട്ട് സംഘടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള 2 രൂപങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് അവിടെ. അപ്പോൾ നാഷണലിസത്തിനെ ബേസ് ചെയ്തിട്ട് അവിടെ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ഇനി 46 അവിടെ തന്നിരിക്കുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്, ഹൗ ഡിഡ് ദ സോവിയറ്റൈസേഷൻ ഓഫ് പോളണ്ട് കോൺട്രിബ്യൂട്ട് ടു ദ ഒറിജിൻസ് ഓഫ് ദ കോൾഡ് വാർ. എക്സ്പ്ലെയിൻ. അതായത് പോളണ്ടിൻ്റെ ഈ സോവിയറ്റൈസേഷൻ അല്ലേ. അപ്പം ആ ഒരു സോവിയറ്റ് വൽക്കരണം എന്ന് പറയുന്നത് കോൾഡ് വാറിൻ്റെ ഉത്ഭവത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ കോൾഡ് വാറിന് തന്നെ പറയുന്നത് ശീതയുദ്ധം അല്ലേ. അപ്പോൾ ആ ഒരു കോൾഡ് വാറിൻ്റെ ഉത്ഭവത്തിന് എങ്ങനെയാണിത് കോൺട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ സംഭാവന നൽകിയിരിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കാൻ അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്, ഹൗ ഡിഡ് ദ സ്വീസ് ക്രൈസിസ് ഓഫ് 1956 സ്റ്റെം ഫ്രം ദ സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്വീസ് കനാൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോസസ് ചോദിച്ചിട്ടുണ്ട്. സോ 47 അതൊക്കെ സെയിം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്പ്ലെയിൻ ദ സിമിലാരിറ്റീസ് ഇൻ ദ ടീച്ചിങ്സ് ഓഫ് ഭക്തി സെയിൻസ് ഇൻ നോർത്ത് ഇന്ത്യ. അത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ അവിടെ തന്നിരിക്കുന്നത്, ദ ടീച്ചിങ്സ് ആൻഡ് ഫിലോസഫി ഓഫ് ഗുരു നാനാക്ക് ജി ഫോം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ട്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു പ്രസ്താവന തന്നിരിക്കുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ഇപ്പോൾ എനിക്ക് ഒന്ന് കുറച്ചുകൂടി എളുപ്പമുള്ളത് ഭക്തി സെയിൻസിൻ്റെ ആ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ടീച്ചിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങൾ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. 49ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് റെവല്യൂഷണറീസ് ഓഫ് പഞ്ചാബ് ആൻഡ് ബംഗാൾ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഈ പഞ്ചാബിലെ അല്ലെങ്കിൽ ബംഗാളിൻ്റെയൊക്കെ വിപ്ലവകാരികൾ റെവല്യൂഷണറീസിൻ്റെ ആ ഒരു റോൾ എപ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ദ എക്സ്പാൻഷൻ ഓഫ് ദ റെവല്യൂഷണറി മൂവ്മെൻറ്റ് ബിയോണ്ട് ദ ഷോസ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയുടെ തീരങ്ങൾക്കപ്പുറത്തേക്കുള്ള വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ വികാസം, എക്സ്പാൻഷൻ എപ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ തന്നെ ഓപ്ഷൻ മൊഡ്യൂൾ 6 നിന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ടു യുവർ ക്ലാസ്മേറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ. ഗുപ്ത അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എസ് ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മുടെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ മാപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സ്റ്റെൻറ്റ് ഓഫ് പല്ലവ എംപയർ, ഇത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ തണേസർ, പ്രയാഗ, മൊഹൻജുദാരോ, ബനാവലി, ഇത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാപ്പ് അവിടെ താഴെ തന്നിട്ടുണ്ട്, ഇത് നോക്കിയിട്ട് അത് അടയാളപ്പെടുത്തി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹിസ്റ്ററിയിലെ കഴിഞ്ഞ പ്രാവശ്യം 2025 ഏപ്രിൽ മാസത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിശകലനം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തത് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പ്രയോജനകരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമൻറ്റും രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ
LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിവിടെ റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ്സും +2 ഒക്കെ നമുക്ക് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.